ഗൈസ് വെൽക്കം ടു എസ്കേപ്പ് ബ്ലോഗേഴ്സ്. നമ്മളിന്നൊരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് പ്ലെയിൻ സിമുലേറ്റർ എയ്റോപ്ലെയിൻ 3D. അപ്പോൾ ഗൈസ് നമ്മളെ കളി ഇപ്പം തുടങ്ങുന്നതാണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ എല്ലാവരും നമ്മൾ ഈ കളിക്കാൻ പോകുന്ന കളി കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻസിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ലെവലാണ് ഇഷ്ടപ്പെട്ടത് പറയേണ്ടതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ പച്ച എടുത്തുള്ള ലെവൽ ഞാനിത് ഓൾറെഡി കളിച്ചുള്ള കളിയാണ്. ഞാൻ ഒന്ന് ട്രയൽ നോക്കിയതായിരുന്നു, പക്ഷേ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ചാലഞ്ച്. ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്, അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അതിൻ്റെ ഉള്ളിലൂട്ട് തന്നെ പോകണം, അത് മിസ്സാവറ്. എന്നിട്ട് നമുക്ക് ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് എഴുതിയിട്ടാണ് മനസ്സിലാവുമ്പോൾ. അപ്പോൾ ഗൈസ് നമ്മളിതാ പറക്കാൻ പോകുന്നതാണ്. ഗൈസ് ഇതാ നമ്മൾക്ക് ഇങ്ങനെ താഴോട്ട് പിടിച്ച് വെച്ചാൽ നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. 4 ചെക്ക് പോയിൻറ്റ്സാണ് ടോട്ടലി ഉള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് ചെക്ക് പോയിൻ്റ് കാണുന്നുണ്ട്. സൈഡിൽ കുറേ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ അതെല്ലാം ലാസ്റ്റ് ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരും. അതായത് ഈ വീഡിയോയിൽ തന്നെയാണ്, പക്ഷെ നമുക്ക് സ്പീഡ് ഒന്ന് കൂട്ടി വെക്കാം. ഗൈസ് നമ്മൾ രണ്ടാമത്തെ സ്പീഡ് ഇട്ടപ്പോൾ നല്ല പെട്ടെന്ന് വേഗം എത്തി. അപ്പോൾ ഗൈസ് നമുക്ക് 2 ചെക്ക് പോയിൻ്റ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് 3rd സ്പീഡ് ഇട്ടിട്ട് പോകാം. നമ്മൾ എത്രയോ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഗൈസ് എന്തോ സംഭവിച്ചിട്ടുണ്ട്, നമ്മളെ ചെക്ക് പോയിൻ്റ് മിസ്സായിപ്പോയി. ഗൈസ് എന്തോ വഴി തെറ്റിപ്പോയി. ഗൈസ് ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ഔട്ടാവാൻ പോവുകയാണ്. ഗൈസ് പേര് നമ്മളിപ്പോൾ ക്രാഷ് ചെയ്യുമ്പോൾ നമ്മളെ റൂട്ട് തെറ്റിപ്പോയി. ഗൈസ് നമ്മൾ ക്രാഷ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ വഴിയില്ലെന്ന് ഒന്നുകൂടി കാണിച്ചു തരാം. പ്ലെയിൻ ക്രാഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. ഗൈസ് നിങ്ങൾ കണ്ടാണ്, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തീർക്കാം. ഗൈസ് ഇത് ആകാശത്തിലെത്തിയതിന് ശേഷം നമുക്ക് ഈ പോയിൻറ്റ്സെല്ലാം കാണുള്ളൂ. ഇതാ നമ്മളിപ്പോൾ പറക്കുന്നുണ്ട്, അതുകൊണ്ടിപ്പോൾ പോയിൻറ്റ്സ് ഇതാ നമ്മൾ എത്രയോ സ്പീഡിലാണ് പറക്കുന്നത് ഗൈസ്. ഇപ്പോൾ താഴെ നിങ്ങൾക്ക് നമ്മളെ ഏരിയ സ്കാൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ അടുത്ത ചെക്ക് പോയിൻ്റ് ഇതാ, നമ്മൾ ഈസ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഗൈസ് നമ്മൾ രണ്ടാമത്തെ ചെക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തേന് കുറച്ച് സ്പീഡ് ഇടാം. ഗൈസ് ഇവിടെയാണ് നമുക്ക് നിർത്തേണ്ടത്. അപ്പോൾ ഗൈസ് നമുക്കിത് ഗൈസ് നമ്മൾ സേഫ്ലി ലാൻഡ് ആയിട്ടുണ്ട്. ഗൈസ് നമ്മളത് ജയിച്ചിട്ടുണ്ട്. നമുക്ക് 25,000 റുപ്പീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് കാരിയർ മോഡ് നോക്കാം. ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കാരിയർ മോഡിൽ നമുക്ക് ഇത് വണ്ടീനെ എടുക്കുന്നപ്പോൾ ഞാനിത് ആദ്യമേ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാപ്പ് നോക്കാം. അപ്പോൾ ഗൈസ് ഇതാ ചെക്ക് പോയിൻറ്റ്സ്, ഒരു ചെക്ക് പോയിൻറ്റും പിന്നെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകേണ്ട ഇതുണ്ട്. നമുക്ക് സ്പീഡ് കൂട്ടാം. സ്പീഡ് ഇതാ നമ്മളിതാ പറക്കാൻ പോകുന്നതാണ് ഗൈസ്. നല്ല ഫ്ലിപ്പെല്ലാം ചെയ്യും. അപ്പോൾ ഗൈസ് നല്ല കംഫർട്ടബിളായിട്ട് എടുക്കാം. ഇത് വെറും 25,000 റുപ്പീസുകൾ ഈ കളിയിൽ. അപ്പോൾ ഗൈസ് നമ്മളെ ഫസ്റ്റ് ചെക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്തോ പ്രശ്നമായിട്ടുണ്ടല്ലോ, നമ്മളെന്തോ പ്ലെയിനിൻ്റെ ഇതെന്തോ വിങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ ഗൈസ് നമുക്ക് ലാൻഡ് ചെയ്യേണ്ട സ്ഥലമാണ് ഹിയർ, അതായത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പം എഞ്ചിൻ ഇതാ മുല്ല് കാണാമല്ലോ, തീ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് ക്യാമറ മാറ്റി വെക്കാം. ഇതാ ഗൈസ് നമ്മൾ ഇവിടെ മല്ലെന്നെ ലാൻഡ് ചെയ്യാൻ നോക്കണം. ഗൈസ് നമ്മളിതാ ബ്രേക്ക് എടുക്കാനാണ്. നമ്മൾ ക്രാഷ് ആവാനാണ് ചാൻസസ് അധികം ഉള്ളത് ഗൈസ്. എനിക്കൊരു പേടിയുണ്ട്, ഞാൻ നെർവസാണിപ്പം.
അപ്പോൾ ഗൈസ് നമ്മളിതാ സേഫ് ലാൻഡ് ആയിട്ടുണ്ട്. ഗൈസ് നമ്മളെ ലാൻഡിങ് സേഫായി തന്നെ ആയിട്ടുണ്ട്. പക്ഷെ ലാൻഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അതിൻ്റെ അടുക്ക ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ട്രിക്സാണ്. ഇതൊന്നും എടുക്കാം, അതെടുക്കാം. അതിൽ ഞാൻ കുറച്ചുകൂടി മോഡുണ്ട്. ജെറ്റ് 31 എന്നാണ് പേര് ഇതിൻ്റെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ കളി. അതിൻ്റെ ഇടയ്ക്കൊരു പരസ്യം വന്നു. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു മിലിറ്ററി മെഷീൻ പോലെയുണ്ട് ഗൈസ്. നമ്മൾ നല്ല സ്പീഡിലാണുള്ളത് ഗൈസ്. നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലാവാം. നമുക്ക് ഇപ്പുറത്തെ ഭാഗത്താണ് പോകേണ്ടത്. അവിടെ എന്തോ സാധനം കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് അതിനെന്തോ ചെയ്യാനുള്ളത് തോന്നുന്നു ഗൈസ്. നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നതാണ് ഗൈസ്. നമുക്ക് അതിനെ പിടിക്കേണ്ടതാണ്. എത്തുന്നുണ്ട് തോന്നുന്നു നമ്മൾ. അപ്പോൾ ഗൈസ് ഇതാ നമ്മളിതാ എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ അത് മിസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ തിരിച്ച് പോകുമ്പോൾ കാണുന്നില്ല ഗൈസ്. നമുക്ക് തിരിച്ചിട്ട് ഇതാ നമ്മളെ മുന്നിലുണ്ടാവും. അപ്പോൾ താഴെ എത്താനായി ഗൈസ്. നമുക്ക് ഫുൾ സ്പീഡിൽ വിടാം ഗൈസ്. നമ്മൾ അടുത്തെത്തുന്നുണ്ട് തോന്നുന്നു ഗൈസ്. എനിക്കെന്താ പേടിച്ച അത് പിന്നെ മിസ്സായി ഗൈസ്. നമ്മളെ പെട്രോൾ ഭയങ്കര ലോ ആണ്. ക്രാഷ് ചെയ്യാനല്ലാണ്ട് മാർക്കില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ വീണ് ക്രാഷ് ആകും. പെട്ടെന്ന് തിരികെ. ഞാൻ നെർവസാണ് ഇപ്പം, നല്ല നെർവസാണ്. ഇപ്പം മുന്നിൽ കാണുന്നുമില്ല. ഞാൻ ഓടുന്നതിൻ്റെ മുന്നേ എനക്ക് ഗൈസ് നമുക്ക് എത്രയേ പെട്രോളിൻ്റെ ഇത് കാണാം ഗൈസ്. നമുക്ക് സ്പീഡിൽ വിട്ടാൽ പെട്രോൾ അതിൻ്റെ അപ്പുറം സ്പീഡിൽ തീരും. അപ്പോൾ ഗൈസ് നമുക്കിത് എടുക്കേണ്ട ചാൻസസ് ഒന്നുമില്ല. ലോ ഫ്യൂൾ. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ചെയ്യാനേ വഴിയുള്ളൂ ഗൈസ്. നമുക്ക് അവിടെ ആ പ്ലാറ്റ്ഫോമിൽ ലാൻഡ് ചെയ്യാം. ഗൈസ് എനിക്ക് മനസ്സിലായിട്ടില്ല അതെങ്ങനെ മെഷീൻ കംപ്ലീറ്റ് ആയത്. എനിക്കും മനസ്സിലായിട്ടില്ല ഗൈസ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എനിക്കുമുണ്ട്. അപ്പോൾ ഗൈസ് എനിക്ക് അതിൽ ട്രിക്സ് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ട. അപ്പോൾ നമുക്ക് ഒരു ലെവൽ കൂടിയുണ്ട്. നെക്സ്റ്റ് അതാണ് ഞാൻ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ പ്ലെയിനാണുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഈ ലൈന് കളിച്ച് നോക്കാം. ടേക്ക് ഡൗൺ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഗൈസ്. നമ്മളിതാ ഫുൾ സ്പീഡിൽ ഓടുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് നമ്മളെ ജെറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളാരെയും ഒന്നുകൂടി കളിച്ചിട്ടുണ്ടെങ്കിൽ കമൻസിൽ ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ഷെയർ ചെയ്യേണ്ടതാണ് ഗൈസ്. ഒരു അടിപൊളി ഗെയിമാണ്. പക്ഷെ കുറച്ച് മിലിറ്ററി ബുദ്ധി ആവശ്യമുണ്ട് ഗൈസ്. നമ്മളിതാ ജസ്റ്റ് നമ്മൾ അടുത്താകുന്നതാണോ ദൂരെ പോകുന്നതാണോ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് എലിമിനേറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ലെവൽ കംപ്ലീറ്റഡ് ആയി. ഇനി എത്രയോ ടാർഗറ്റ് ഉണ്ട് ഗൈസ്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ദോശ വേണോ?